ഹായ് ഫ്രണ്ട്സ്, റോയ്സ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു സ്പെഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇതൊരു 2.1 ആംപ്ലിഫയർ ആണ്. ബാൻഡ് ബാസ് സബ്വൂഫർ ബോക്സിൽ തന്നെ നമ്മൾ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൂടെ 2 സ്ലിം ടൈപ്പ് ടവർ സ്പീക്കറുമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജി സ്റ്റാറിൻ്റെ 2.1 റിമോട്ട് കിറ്റ് തന്നെയാണ്. ഫ്രണ്ട് പാനലിൽ നമ്മൾ കാണുന്നത് എൻകോഡർ വിത്ത് സബ്വൂഫർ വോളിയമാണ്. ടോപ്പിലായിട്ട് നമ്മൾ കാണുന്നത് ബാസ്, ട്രബിൾ, മിഡ്, വോളിയം കൺട്രോളുമാണ് മുകളിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് ഫ്രണ്ടിൽ, ടോപ്പിൽ, ബാക്ക് സൈഡിലും എല്ലാം നമ്മൾ അക്രിലിക് പാനലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ HDMI, ARC, ഒപ്റ്റിക്കൽ, കൊയാക്സിയൽ, ഓക്സ് ഇൻപുട്ട്, പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ XLR ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബാലൻസ്ഡ് ഇൻപുട്ട് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മൾ പ്രൊഫഷണൽ മിക്സറുകളിൽ നിന്നൊക്കെ ആംപ്ലിഫയറുകളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് XLR ഇൻപുട്ടുകൾ. അതായത് കുറച്ച് ലോങ് കേബിൾ വലിച്ച് കൊണ്ടുവന്നുമ്പോൾ യാതൊരു നോയ്സും ഇല്ലാതെ PA സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് XLR ഇൻപുട്ട് കണക്ഷൻസ്. ഇതാണ് അതിൻ്റെ XLR സോക്കറ്റ് വരുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റിന് വേണ്ടി 2 XLR ഇൻപുട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ XLR ഇൻപുട്ട് കൺവെർട്ടർ ഒരു ബോർഡ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റിനും റൈറ്റിനും. അതിനുവേണ്ടി ആ ബോർഡ് തന്നെ അതിനൊരു ഗെയിൻ കൺട്രോളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അൺബാലൻസ്ഡ് ഇൻപുട്ടും ഉണ്ട്. അതായത് നോർമലായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാവുന്ന രീതിയിൽ. ഇതതിൻ്റെ ഗെയിൻ കൺട്രോളുമാണ്. പിന്നെ ഇതതിൻ്റെ ഈ റിമോട്ട് കിറ്റി വരുന്ന ഒരു 2 മൈക്ക് ഇൻപുട്ടുണ്ട്. ആ 2 മൈക്ക് ഇൻപുട്ടും നമ്മൾ ബാക്ക് സൈഡിൽ തന്നെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, സ്പീക്കർ സോക്കറ്റുകൾ. പിന്നെ ഇതിൽ റിമോട്ട് കിറ്റിൻ്റെ ഓക്സ് ഇൻപുട്ട്, കൊയാക്സിയൽ, ഒപ്റ്റിക്കൽ, HDMI, ARC എല്ലാം നമ്മൾ ബാക്ക് സൈഡിൽ ഒരു ചരിഞ്ഞ രീതിയിലാണ് അതിൻ്റെ പ്ലേറ്റ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ട്രബിൾ, മിഡ്, ബാസ്, വോളിയം ഇത്രയും കൺട്രോൾസും നമ്മളതിൻ്റെ ടോപ്പ് സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടവർ സ്പീക്കർ എന്ന് പറയുന്നത് 4 ഇഞ്ചിൻ്റെ സ്പീക്കറുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ലിം ടൈപ്പ് ടവർ സ്പീക്കറുമാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സൊക്കെ നിർമ്മിക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ടവർ സ്പീക്കർ, 4 ഇഞ്ച് വൂഫർ 2 പിന്നെ മിഡ് റേഞ്ച് സ്പീക്കർ, പിന്നെ സോണിയുടെ ഒറിജിനൽ നിയോഡിയം ട്യൂട്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ടൈപ്പ് നമുക്ക് കുറച്ച് സ്പീക്കർ ട്യൂട്ടർ കിട്ടിയതാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രോസ് ഓവർ, സ്വീറ്റിൻ്റെ ക്രോസ് ഓവർ. നമുക്ക് എൻ്റെ ബോക്സിൻ്റെ നിർമ്മാണത്തിൻ്റെ ചില ഘട്ടങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന XLR കൺവെർട്ടർ ബോർഡ്. ഇതിലേക്ക് നമ്മൾ XLR ഇൻപുട്ട് കണക്ഷൻ കൊടുക്കാം. അതായത് അൺബാലൻസ്ഡ് ഇൻപുട്ട്, ബാലൻസ്ഡ് ഇൻപുട്ട്. ഈ ബാലൻസ്ഡ് ഇൻപുട്ടിനെയാണ് XLR ഇൻപുട്ട് എന്ന് പറയുന്നത്. അതായത് പ്രൊഫഷണൽ മിക്സറുകൾ, അതിൽ നിന്നൊക്കെ നമുക്ക് PA സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കണക്ഷൻസ് വരുന്നത്. XLR സോക്കറ്റിൻ്റെ കണക്ഷൻസ് വരുന്നത്. ഏത് XLR മെയിൽ ആൻഡ് ഫീമെയിൽ എടുത്തു നോക്കിയാൽ അതിൽ നമ്പറുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, 1, 2, 3. അതിൽ 1-ാം നമ്പറാണ് അതിൻ്റെ ഗ്രൗണ്ട് വരുന്നത്, അതായത് ഷീൽഡ്, ഒരു കേബിളിൽ ഷീൽഡ് വരുന്നത്. 2-ാം നമ്പറാണ് പോസിറ്റീവ്, 3-ാം നമ്പർ നെഗറ്റീവ്.
അത് 1-ാം നമ്പർ ഗ്രൗണ്ട്, 2-ാം നമ്പർ പോസിറ്റീവ് ഹോട്ട് എന്ന് പറയും, 3-ാം നമ്പർ നെഗറ്റീവ് കോൾഡ്. ഇതേ രീതിയിലാണ് അതിനെ പറയുന്നത്. ഇതതിൻ്റെ ഒരു ആംപ്ലിഫയർ സെക്ഷനാണ്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡ് ഒരു ക്ലാസ് ഡി ബോർഡാണ്. TDA ഒരു സീരീസിൽ വരുന്ന ഒരു ക്ലാസ് ഡി ബോർഡാണ്. 100+100 വാട്ട്സ് ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ക്ലാസ് ഡി ബോർഡാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 3-വേ ടോൺ കൺട്രോൾ ബോർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ബാസ്, ട്രബിൾ, മിഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ 3-വേ ടോൺ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു 2 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ്. പിന്നെ ഈ ക്ലാസ് ഡി ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു SMPS പവർ സപ്ലൈ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡ്. 100+100 വാട്ട്സ് ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. ഈ XLR ഇൻപുട്ട് ബോർഡ് കൺവെർട്ടർ ബോർഡ് വർക്ക് ചെയ്യുന്നത് ഡ്യുവൽ സപ്ലൈയിലാണ്. അതിനുവേണ്ടി നമ്മളൊരു ഡ്യുവൽ സപ്ലൈ സെക്ഷൻ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓഡിയോ ടെസ്റ്റ് കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോമേ കാണുന്നവരെ ഇറ്റ്സ് മീ രവീന്ദ്ര റോയ്. ഗുഡ് ബൈ.